നമ്മളിന്ന് നോക്കുന്നത് കറണ്ട് അഫെയറിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഓസ്കാർ അവാർഡ് 2026. നമ്മളിന്ന് ഈ ക്ലാസ്സിൽ ഓസ്കാർ അവാർഡ് വെറുതെ പഠിച്ചു പോകുന്നതിന് പകരം പരീക്ഷയിൽ എളുപ്പത്തിൽ തെറ്റാതെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസ്താവന രീതിയിൽ ഉള്ള ചോദ്യോത്തരങ്ങളെയാണ് നോക്കുന്നത്. ഇത് നമ്മൾ 20 ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, ഈ 20 ചോദ്യോത്തരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി പരീക്ഷയിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് തെറ്റില്ല. ഈ ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ മനസ്സിൽ എന്തായാലും ഇത് പതിയും, ഇനി മറക്കില്ല. അപ്പം നമുക്ക് നേരെ ചോദ്യോത്തരത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, 2026 ഓസ്കാർ പുരസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, 2026 നടന്നത് 98ാമത് ഓസ്കാർ അവാർഡ് ചടങ്ങാണ്. 2, ലോസ് ആഞ്ചലസിലെ ഡോൾബി തിയേറ്ററിൽ വെച്ചാണ് പുരസ്കാര വിതരണം നടന്നത്. ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഞാൻ ചെറിയൊരു ഗ്യാപ്പ് തരുന്നുണ്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 1ഉം 2ഉം ശരി. 2026 നടന്നത് 98ാമത് ഓസ്കാർ അവാർഡ് ചടങ്ങാണ്. ലോസ് ആഞ്ചലസിലെ ഡോൾബി തിയേറ്ററിൽ വെച്ചാണ് പുരസ്കാര വിതരണം നടന്നത്. നമ്മൾ 2 പോയിന്റ്സ് പിടിച്ചില്ലേ? ഇനി അടുത്ത ചോദ്യം, 98ാമത് ഓസ്കാർ ചടങ്ങുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഒന്നാമത്തെ പ്രസ്താവന, 2026 മാർച്ച് 15-നാണ് പുരസ്കാര വിതരണം നടന്നത്. രണ്ടാമത്തത്, ഈ ഓസ്കാർ ചടങ്ങിൽ പ്രസൻറ്ററായി എത്തിയ ഇന്ത്യൻ താരം ദീപിക പദുകോണാണ്. ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കൂ കേട്ടോ. ആൻസർ ഓപ്ഷൻ എ, 1 മാത്രം ശരി. 2026 മാർച്ച് 15-നാണ് പുരസ്കാര വിതരണം നടന്നത്. ആ പ്രസ്താവന ശരിയാണ്. ഇനി അടുത്ത പ്രസ്താവന, രണ്ടാമത്തത് തെറ്റാണ്. കറക്റ്റ് ആൻസർ വരുന്നത് പ്രസൻറ്ററായി എത്തിയത് പ്രിയങ്ക ചോപ്രയാണ്, ദീപിക പദുകോണല്ല. ഓസ്കാർ ചടങ്ങിൻ്റെ പ്രസൻറ്ററായി എത്തിയ ഇന്ത്യൻ താരം പ്രിയങ്ക ചോപ്ര. ഇനി മൂന്നാമത്തെ ചോദ്യം, മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന സിനിമയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ഏവ? ഒന്നാമത്തെ പ്രസ്താവന, ഈ ചിത്രത്തിൻ്റെ പ്രധാന പ്രമേയം യുദ്ധവും അതിജീവനവും എന്നതാണ്. രണ്ടാമത്തത്, 2026 ഓസ്കാറിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ സിനിമയാണിത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ, ഈ ചിത്രത്തിൻ്റെ പ്രധാന പ്രമേയം യുദ്ധവും അതിജീവനവും എന്നതാണ്. പിന്നെ 2026 ഓസ്കാറിലെ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ 6 കരസ്ഥമാക്കിയ സിനിമയാണിത്. ക്വസ്റ്റ്യൻ നമ്പർ 4, മികച്ച സംവിധായകനുള്ള പുരസ്കാരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, പോൾ തോമസ് ആൻഡേഴ്സൺ ആണ് മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2, സിന്നേഴ്സ് എന്ന ചിത്രം സംവിധാനം ചെയ്തതിനാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചത്. ശരിയായ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1 മാത്രമാണ് ശരി. പോൾ തോമസ് ആൻഡേഴ്സൺ ആണ് മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നെ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രത്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. സിന്നേഴ്സ് അല്ല, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഇനി അടുത്ത ചോദ്യം, മൈക്കൽ ബി ജോർദാൻ എന്ന നടന് ഓസ്കാർ പുരസ്കാരം ലഭിച്ചതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളേവ? ഒന്നാമത്തെ പ്രസ്താവന, 2026 ഓസ്കാറിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് മൈക്കൽ ബി ജോർദാനാണ്. രണ്ടാമത്തത്, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്. ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കണേ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 1 മാത്രം ശരി. 2026 ഓസ്കാറിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് മൈക്കൽ ബി ജോർദാനാണ്. സിന്നേഴ്സ് എന്ന ചിത്രത്തിനാണ് അവാർഡ് ലഭിച്ചത്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ അല്ല, മാറിപ്പോകും. ശ്രദ്ധിക്കുക, സിന്നേഴ്സ് എന്ന ചിത്രത്തിനാണ് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത്. സിന്നേഴ്സ് എന്ന സിനിമയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, ഈ ചിത്രം സംവിധാനം ചെയ്തത് റയാൻ കൂഗ്ലർ ആണ്. 2, ഈ സിനിമ ഉൾപ്പെടുന്ന വിഭാഗം സൂപ്പർ നാച്ചുറൽ ഹൊറർ എന്നതാണ്. ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയാണ്. ഈ ചിത്രം സംവിധാനം ചെയ്തത് റയാൻ കൂഗ്ലർ. ഏതാണ്? സിന്നേഴ്സ് എന്ന ചിത്രം സംവിധാനം ചെയ്തത് റയാൻ കൂഗ്ലർ ആണ്. സിനിമ ഉൾപ്പെടുന്ന വിഭാഗം സൂപ്പർ നാച്ചുറൽ ഹൊറർ. ഇനി അടുത്ത ചോദ്യം, മികച്ച നടിക്കുള്ള ഓസ്കാർ പുരസ്കാരം നേടിയ ജെസ്സി ബക്ലിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഒന്നാമത്തത്, മികച്ച നടിക്കുള്ള ഓസ്കാർ നേടുന്ന ആദ്യത്തെ ഐറിഷ് താരമാണ് ജെസ്സി ബക്ലി. ഹാംനെറ്റ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് ഇവർക്ക് അവാർഡ് ലഭിച്ചത്. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. മികച്ച നടിക്കുള്ള ഓസ്കാർ നേടുന്ന ആദ്യത്തെ ഐറിഷ് താരമാണ് ജെസ്സി ബക്ലി. ഹാംനെറ്റ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് അവാർഡ് ലഭിച്ചത്. നെക്സ്റ്റ്, ഹാംനെറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഒന്നാമത്തത്, ജെസ്സി ബക്ലിക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രമാണിത്. 2, ഈ ചിത്രം സംവിധാനം ചെയ്തത് ക്ലോയി ഷാവോ ആണ്. ശരിയായ പ്രസ്താവനകൾ ഏവ?
ആൻസർ ഓപ്ഷൻ ഡി. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ജെസ്സി ബക്ലിക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം അതാണ് ഹാംലെറ്റ്. ഈ ചിത്രം സംവിധാനം ചെയ്തത് ക്ലോയി ഷാവോ. മികച്ച സഹനടനുള്ള പുരസ്കാരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, മികച്ച സഹനടനുള്ള അവാർഡ് കരസ്ഥമാക്കിയത് സീൻ പെന്നാണ്. 2, സിന്നേഴ്സ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്. ഏതാണ് ശരിയായ പ്രസ്താവന? ആൻസർ ഓപ്ഷൻ എ ആണ്. 1 മാത്രം ശരി. മികച്ച സഹനടനുള്ള അവാർഡ് കരസ്ഥമാക്കിയത് സീൻ പെന്നാണ്. പിന്നെ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രത്തിനാണ് സീൻ പെന്നിന് അവാർഡ് ലഭിച്ചത്. ഇനി 10ാമത്തെ ചോദ്യമാണ്, മികച്ച സഹനടിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആമി മാഡിഗനെ കുറിച്ചുള്ള പ്രസ്താവനകൾ ഏവ? ഒന്നാമത്തത്, 2026 ഓസ്കാറിൽ മികച്ച സഹനടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആമി മാഡിഗനാണ്. 2, വെപ്പൺസ് എന്ന ചിത്രത്തിലെ അഭിനയമാണ് ഇവർക്ക് അവാർഡ് നേടിക്കൊടുത്തത്. ഏതാണ് ശരിയായ പ്രസ്താവനകൾ? ആൻസർ ഓപ്ഷൻ സി. 1ഉം 2ഉം ശരിയാണ്. 2026 ഓസ്കാറിൽ മികച്ച സഹനടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആമി മാഡിഗനാണ്. വെപ്പൺസ് എന്ന ചിത്രത്തിലെ അഭിനയമാണ് അവാർഡ് നേടിക്കൊടുത്തത്. ആരും ഉറങ്ങല, എല്ലാവരും ഉണർന്നിരിക്കുകയും നമ്മൾ പകുതി ചോദ്യങ്ങൾ പിന്നിട്ടു. ഇനി 10 ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. നമുക്കതിലേക്ക് കിടക്കാം. ഓസ്കാർ ചരിത്രത്തിലെ റെക്കോർഡ് നോമിനേഷനുകൾ നേടിയ സിനിമയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. ഒന്നാമത്തത്, ഓസ്കാർ ചരിത്രത്തിൽ 16 നോമിനേഷനുകൾ നേടി റെക്കോർഡിട്ട ചിത്രമാണ് സിന്നേഴ്സ്. 2, ഈ ചിത്രം 2026 ഓസ്കാറിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ ചിത്രമായി മാറി. ശരിയായ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ എ ആണ്. 1 മാത്രം ശരി. ഓസ്കാർ ചരിത്രത്തിൽ 16 നോമിനേഷനുകൾ നേടി റെക്കോർഡിട്ട ചിത്രം അതാണ് സിന്നേഴ്സ്. 2ാമത്തെ പ്രസ്താവന, ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ്, 6 എണ്ണം. ഇനി നെക്സ്റ്റ്, ഓട്ടും ഡ്യൂറാൾഡ് അർക്കപ്പാവ് എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1, ഓസ്കാർ ചരിത്രത്തിൽ മികച്ച ഛായാഗ്രഹണത്തിന് അവാർഡ് നേടുന്ന ആദ്യ വനിതയാണ് ഇവർ. 2ാമത്തത്, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രത്തിൻ്റെ ഛായാഗ്രഹണത്തിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്. ആൻസർ ഓപ്ഷൻ എ. പ്രസ്താവന 1 മാത്രം ശരി. ഓസ്കാർ ചരിത്രത്തിൽ മികച്ച ഛായാഗ്രഹണത്തിന് അവാർഡ് നേടുന്ന ആദ്യ വനിതയാണ് ഓട്ടും ഡ്യൂറാൾഡ് അർക്കപ്പാവ്. നെക്സ്റ്റ്, സിന്നേഴ്സ് എന്ന ചിത്രത്തിൻ്റെ ഛായാഗ്രഹണത്തിനാണ് അവാർഡ് ലഭിച്ചത്. 2026 ഓസ്കാറിലെ പുതിയ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? 1, 2026 പുതുതായി ഓസ്കാർ അവാർഡ് നൽകി തുടങ്ങിയ വിഭാഗമാണ് മികച്ച കാസ്റ്റിംഗ്. 2, മികച്ച കാസ്റ്റിംഗ് വിഭാഗത്തിൽ ആദ്യമായി പുരസ്കാരം നേടിയ സിനിമ സിന്നേഴ്സ് ആണ്. ശരിയായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 മാത്രം ശരി. 2026 പുതുതായി ഓസ്കാർ അവാർഡ് നൽകി തുടങ്ങിയ വിഭാഗമാണ് മികച്ച കാസ്റ്റിംഗ്. ആദ്യമായി കാസ്റ്റിംഗ് പുരസ്കാരം നേടിയ സിനിമ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ, അതാണ് ശരി. ഇനി നെക്സ്റ്റ്, മികച്ച കാസ്റ്റിംഗ് അവാർഡ് ജേതാവിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ താഴെ പറയുന്നവയേവ? ഒന്നാമത്തത്, മികച്ച കാസ്റ്റിംഗ് വിഭാഗത്തിൽ ആദ്യമായി വ്യക്തിഗത ഓസ്കാർ അവാർഡ് നേടിയത് കാസന്ദ്ര കുലുക്കുന്തിസ് ആണ്. 2, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രത്തിലെ കാസ്റ്റിംഗിനാണ് ഇവർക്ക് അവാർഡ് ലഭിച്ചത്. ആൻസർ ഓപ്ഷൻ ഡി. 1ഉം 2ഉം ശരിയാണ്. മികച്ച കാസ്റ്റിംഗ് വിഭാഗത്തിൽ ആദ്യമായി വ്യക്തിഗത ഓസ്കാർ അവാർഡ് നേടിയത് കാസന്ദ്ര കുലുക്കുന്തിസ്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രത്തിലെ കാസ്റ്റിംഗിനാണ് അവാർഡ് ലഭിച്ചത്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. നെക്സ്റ്റ്, മികച്ച ഒറിജിനൽ തിരക്കഥയ്ക്കുള്ള അവാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. ഒന്നാമത്തത്, റയാൻ കൂഗ്ലർക്കാണ് മികച്ച ഒറിജിനൽ തിരക്കഥയ്ക്കുള്ള അവാർഡ് ലഭിച്ചത്. 2, ഹാംലെറ്റ് എന്ന ചിത്രത്തിൻ്റെ തിരക്കഥയ്ക്കാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. ഏതാണ് ശരിയായ പ്രസ്താവന? ആൻസർ ഓപ്ഷൻ എ ആണ്. 1 മാത്രം ശരി. റയാൻ കൂഗ്ലർക്കാണ് മികച്ച ഒറിജിനൽ തിരക്കഥയ്ക്കുള്ള അവാർഡ് ലഭിച്ചത്. സിന്നേഴ്സ് എന്ന ചിത്രത്തിൻ്റെ തിരക്കഥയ്ക്കാണ് അവാർഡ് ലഭിച്ചത്. റയാൻ കൂഗ്ലർക്ക്. താഴെ പറയുന്ന ജോഡികളിൽ ശരിയായത് ഏത് അല്ലെങ്കിൽ ഏവ? 1, മികച്ച ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. 2, മികച്ച നടൻ മൈക്കൽ ബി ജോർദാൻ. 3, മികച്ച നടി ജെസ്സി ബക്ലി. ഈ ജോഡികളിൽ ശരിയായത് ഏതാ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. പഠിച്ചു വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1, ഓസ്കാർ അവാർഡ് മികച്ച ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച നടൻ മൈക്കൽ ബി ജോർദാൻ. മികച്ച നടി ജെസ്സി ബക്ലി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? 1, ഓസ്കാർ ചരിത്രത്തിൽ മികച്ച ഛായാഗ്രഹണത്തിന് അവാർഡ് നേടുന്ന ആദ്യ വനിതയാണ് ഓട്ടും ഡ്യൂറാൾഡ് അർക്കപ്പാവ്. 2, മികച്ച സഹനടിക്കുള്ള പുരസ്കാരം നേടിയത് ആമി മാഡിഗനാണ്. 3, 2026 ഓസ്കാർ പുരസ്കാര വേദി ന്യൂയോർക്കിലെ ഡോൾബി തിയേറ്റർ ആയിരുന്നു. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശ്രദ്ധിക്കുക, തെറ്റായതാണ് ചോദിച്ചത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 3 മാത്രം തെറ്റ്. 2026 ഓസ്കാർ പുരസ്കാര വേദി ലോസ് ആഞ്ചലസിലെ ഡോൾബി തിയേറ്ററാണ്. താഴെ പറയുന്ന സിനിമകളും അവയുടെ സംവിധായകരും തമ്മിൽ ശരിയായ ജോഡി ചേർക്കുക.
ഒന്ന് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ പോൾ തോമസ് ആൻഡേഴ്സൺ, 2 സിന്നേഴ്സ് റയാൻ കൂഗ്ലർ, 3 ഹാംനെറ്റ് ക്ലോയി ഷാവോ. ഇതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. പഠിച്ചു വെച്ചാൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്ന് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ പോൾ തോമസ് ആൻഡേഴ്സൺ, 2 സിന്നേഴ്സ് റയാൻ കൂഗ്ലർ, 3 ഹാംനെറ്റ് ക്ലോയി ഷാവോ. സിനിമകളും അവയുടെ സംവിധായകരും. 3ഉം ശരിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1 2026 ഓസ്കാറിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ്. 2 മികച്ച സംവിധായകൻ, മികച്ച ചിത്രം, മികച്ച സഹനടൻ, മികച്ച കാസ്റ്റിംഗ് എന്നീ വിഭാഗങ്ങളിലെല്ലാം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. ആൻസർ ഓപ്ഷൻ സി. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. 2026 ഓസ്കാറിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ഏതൊക്കെ കിട്ടിയത്? മികച്ച സംവിധായകൻ, മികച്ച ചിത്രം, മികച്ച സഹനടൻ, മികച്ച കാസ്റ്റിംഗ് എന്നീ വിഭാഗങ്ങളിലെല്ലാം. ഇനി എല്ലാവരും ഒന്ന് റിലാക്സ് ആയിരിക്കും. നമ്മുടെ ലാസ്റ്റ് ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 1 ജെസ്സി ബക്ലി മികച്ച നടിക്കുള്ള ഓസ്കാർ നേടുന്ന ആദ്യത്തെ ബ്രിട്ടീഷ് താരമാണ്. 2 സൂപ്പർ നാച്ചുറൽ ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് സിന്നേഴ്സ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. 2 മാത്രം ശരി. സൂപ്പർ നാച്ചുറൽ ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് സിന്നേഴ്സ്. ജെസ്സി ബക്ലി ഓസ്കാർ നേടുന്ന ആദ്യത്തെ ഐറിഷ് താരമാണ്, ബ്രിട്ടീഷ് താരമല്ല. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് പഠിച്ചപ്പോൾ? എഫക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നോബൽ സമ്മാനവും ഇതുപോലെ പ്രസ്താവന രീതിയിൽ ചോദ്യങ്ങളാക്കിയിട്ട് തരാം. നമ്മുടെ ചാനലിൽ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻറ്റിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ SCRT, PYQ ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയ ക്ലാസ്സുകളൊക്കെ നൽകുന്നുണ്ട്. എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.